പെട്ടെന്ന് നോക്കിയാൽ ജനുവരി നടത്തുന്നുണ്ട്. മനോരമയിൽ എന്താ കാലാവസ്ഥ എങ്ങനെയാ പറയുന്നത്? ഫെയ്ഞ്ചൽ ദുർബലമായെന്നാണ് പറയുന്നത്. ഓ, സമാധാനമായി. മഴ കുറഞ്ഞു, ശ്രദ്ധിച്ചില്ലായിരുന്നോ? അതുകൊണ്ട് ഇനി പേടിക്കണ്ട. പക്ഷെ എന്നാലും ആ ഒരു മഴ കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഉരുൾപൊട്ടൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി, ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായി. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി തീരം തൊട്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ദുർബലമായി. കർണാടകയിലൂടെ അറബിക്കടലിലെത്തി. നിലവിലെ ന്യൂനമർദ്ദത്തിനും അന്തരീക്ഷ ചുഴിക്കും ഇടയിലുള്ള അവസ്ഥയിലാണിത്. കർണാടക തീരത്തും അറബിക്കടലിന്റെ കിഴക്കൻ മധ്യമേഖലയിലുമാണ് സ്ഥാനം. പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന സിസ്റ്റം 2 ദിവസം കൂടി ഇതേ മേഖലയിൽ തുടരും. ഇന്ന് ശക്തി വീണ്ടും കുറയുമെന്നാണ് പ്രവചനം. അതുകൊണ്ട് ഫെയ്ഞ്ചൽ, ഫെങ്കൽ, അങ്ങനെ പലതരത്തിൽ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തായാലും എന്ത് മാങ്ങത്തിനായാലും ആ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, നേരത്തെ ഇത് വീണ്ടും ശക്തിപ്പെട്ട് ന്യൂനമർദ്ദവും വീണ്ടും മറ്റൊരു ചുഴലിക്കാറ്റുമാകാനുള്ള സാധ്യതകൾ പ്രവചിച്ചിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല. ചുഴലിക്കാറ്റ് മറ്റൊരു ചുഴലിക്കാറ്റ് ഉണ്ടാകില്ല. അതെ, അതല്ലേ തന്നെ കുറഞ്ഞായിരുന്നു മഴ. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് മഴ കുറഞ്ഞിരുന്നു. ആ മിനിഞ്ഞാന്നത്തെ ഒരു അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചുഴലിക്കാറ്റിന് സാഹചര്യമില്ല. കാലാവസ്ഥ പ്രവചനങ്ങൾ കൃത്യമായി നിങ്ങൾ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലേ? അതെ, കേരളത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ട്, ശക്തി കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്നലെ വടക്കൻ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ കിട്ടിയതൊഴിച്ചാൽ മറ്റിടങ്ങളിലെല്ലാം മഴ അകന്നു നിന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധിയില്ല. ഇനി ആരും പ്രതീക്ഷിക്കേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല കാര്യം. ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക്. കാര്യം നമ്മൾ കുറച്ച് പേർക്ക് ഇതിൽ ബാധിക്കുന്നില്ല. എന്നാൽ ഈ മലപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കും വെള്ളത്തിനോട് ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള തീർച്ചയായും നമുക്കൊക്കെ അത് ജസ്റ്റ് ഒരു കാലാവസ്ഥ റിപ്പോർട്ട് പോലെ ഇങ്ങനെ വായിച്ചു പോകാന്നേ ഉള്ളൂ. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ അതിന്റെ ഗുരുതരാവസ്ഥ. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം പേടിക്കേണ്ട ആവശ്യമില്ല. പ്രകൃതിയെ നമുക്ക് പിണക്കാതെ മുന്നോട്ട് പോവാ. പ്രകൃതിയെ നല്ല രീതിയിലല്ലേ റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോവാ.